എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ അടിപൊളി സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പത്തിരിക്കും നൂൽപുട്ടൊക്കെ പൊടിക്കണ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം നമുക്ക് വേണം. വെള്ളം മാത്രമല്ല, വെള്ളവും പാലും പാടെ മിക്സ് ചെയ്തത് 1 കപ്പ് വേണം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളവും പാലും പാടെ മിക്സ് ചെയ്ത് 1 കപ്പ് പാകത്തിന് വെള്ളം എടുത്തിരിക്കണേ. ഇനി അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് മതി. വരാൻ പലഹാരത്തിനൊക്കെ നമുക്ക് ഉപ്പ് മുന്നോട്ട് നിന്നാലും നമ്മുടെ പലഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുത്തോണ്ട് നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ വാട്ടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതിൽ വെള്ളം കുറയാൻ പറ്റില്ല. കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൊടി ഒന്ന് ബലം വെക്കും. അപ്പോൾ കുറച്ച് വെള്ളം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം വാട്ടിയെടുത്തേക്കണേ. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ നിങ്ങൾ മൂടി വേണം വെക്കാനും വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1 മുറി തേങ്ങയാണ്. അതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ്. പിന്നെ ഞാൻ കാണാനായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ടതിന്. ഇനി പഞ്ചസാരയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ലോണം ഒന്ന് കുഴച്ച് കയ്യിൽ വെച്ച് നല്ല തിരുമ്പി ഇതൊന്ന് കുഴച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പഞ്ചസാര തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിട്ട് നമ്മൾ പലഹാരത്തിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ആ പൊടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ പൊടി കുഴക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. സാധാരണ മിൽമൻ്റെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിന് ഉണ്ടാവുക കേട്ടോ. ഇത് കുഴക്കുമ്പോൾ തന്നെ നമ്മുടെ മിൽക്ക് മേഡിൻ്റെ ഒക്കെ ഭയങ്കര ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാകുക. അപ്പോൾ ആ പാലും ആ നെയ്യൊക്കെ കൂട്ടി കുഴക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് തന്നെ അപ്പം തന്നെ വരും. ഇനി നമുക്കിതൊരു ടോപ്പിലിട്ട് കാണുന്നത് ഇത് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് ഇങ്ങനെ കൈയൊക്കെ നല്ലതാക്കിയിട്ട് നല്ല മയത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കുക. ഇനി കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് 2 ഭാഗമായി തിരിക്കണം. കുറച്ച് വലിയതും കുറച്ച് ചെറുതായിട്ടുള്ള 2 ഭാഗമായിട്ട് നമുക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വലുത് ഞാൻ പറയാൻ കാരണം ഇത് കുറച്ച് മുകൾ ഭാഗത്ത് വരുന്നത് കുറച്ച് ചെറുതും താഴെ ഭാഗത്ത് വരുന്നത് കുറച്ച് വലുതായിക്കാണ്ട് വേണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ തന്നെ ഓയിൽ എല്ലായിടത്തും തടവി കൊടുക്കുകയാണ്. സൈഡുക്കും അതുപോലെ അടിഭാഗമൊക്കെ നല്ലോണം ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുക. ആ പാത്രത്തിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുക. ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, തികച്ച ഓപ്ഷനിലാണ്. വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊരു ഭംഗിയാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് എള്ളിട്ട് അത് മാറ്റി വെച്ചിങ്ങനെ. ഇനി നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന കവറില്ലേ, അത് ഇതേപോലെ തന്നെ മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കാരണം ഇത് തീരെ പൊടിയില്ലാതെ നമുക്ക് പരത്തി കിട്ടണ്ടേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പത്തിരി പലകിലൊക്കെ ഇടുമ്പോൾ കുറച്ച് പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കവറിലിട്ട് പരത്തി എളുപ്പം പരന്ന് കിട്ടും ചെയ്യും, നമുക്ക് എളുപ്പമാണേനും. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വലിയ പത്തിരി ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഇതേപോലെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ പത്തിരി പരത്തിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴ്ഭാഗമൊക്കെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. സൈഡുക്കും അതേപോലെ നടുഭാഗത്തേക്കും എല്ലായിടത്തേക്കും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ തായും മോളും ഇതേപോലെ തന്നെ പൊടി വാട്ടിയതാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ് ഇത് അതിൻ്റെ പഞ്ചസാരയൊക്കെ നമ്മളെ പൊടിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പഞ്ചസാരയൊക്കെ കൂടുതലിട്ടാൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണെന്ന്. ഇനി അത് ഫുള്ളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള പത്തിരി ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റേത് അതിനെ കുറച്ച് ചെറുതായിട്ട് നമുക്ക് പരത്തണം. അപ്പോൾ അത് തോനായിക്കണം. മറ്റുള്ള രീതി ആദ്യം നമ്മൾ പരത്തിയ രീതിയിൽ കുറച്ച് കൂടുതലാവരുത്. ഇത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ 2 ഭാഗം ഇതേപോലെ വരുന്നതൊക്കെ നല്ലോണം ഒന്ന് കൂട്ടി പിടിച്ച് ആ പഞ്ചസാരയും ആ തേങ്ങയൊക്കെ പുറത്തേക്ക് പോരാത്ത രീതിയിൽ നമുക്കിതൊന്ന് കൂട്ടി പിടിച്ച് നല്ല വൃത്തിയിലൊന്ന് ആക്കി കൊടുക്കണം. ഇനി അത് ഫുള്ള് പൊടി നമുക്ക് ആ പാത്രത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കൊടുക്കട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. നമ്മളിത് ആവി കയറ്റുക ചെയ്യണത്. അതിന് വേണ്ടി നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നിക്കണേ. ഇനി ഇതുപോലെ റിങ് വെച്ചതിന് ശേഷം നമ്മൾ ആ പാത്രം വെച്ച് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ഇതിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ നമുക്കൊരു ടവലോ വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് ഇപ്പോൾ തന്നെ ഒരു വാല വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കത് മൂടി വെക്കാം കേട്ടോ.
ഇപ്പോൾ ഇത് വെന്തോന്ന് അറിയാനും വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കണേ വായിലൊക്കെ നല്ലോണം വാടിയിട്ടുണ്ടാവും. അപ്പം നമുക്കത് വെന്തിക്കുന്നത് മനസ്സിലാക്കാം. അപ്പം നമ്മളെ വായിലൊക്കെ നല്ലോണം വാടിക്കണേ. അപ്പം നമ്മൾ ഇത് എടുത്ത് നോക്കിയപ്പം നമ്മളിത് നല്ലോണം വെന്തിക്കണം കേട്ടോ. ഞാനിതൊരു 15 മിനിറ്റ് ഇത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നല്ലോണം വെന്തിക്കണേ. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റണം. ആ സമയത്ത് നിങ്ങൾക്കിത് കിട്ടൂല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ചട്ടകം എന്തെങ്കിലും എടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും കൂടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് നമുക്കിതുപോലെ നാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ല നിങ്ങൾ ഞാൻ മുകൾ ഭാഗത്ത് എള്ളിട്ടിൻ്റെ ഗുണം കാണാനൊക്കെ നല്ല ഭംഗിയിലത്. അതേപോലെ നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിക്കറ, കഴിക്കാനും ഭയങ്കര ടേസ്റ്റിക്കറ. അപ്പോൾ ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ സിമ്പിളായിട്ടും കാണാൻ ഭംഗിയും കഴിക്കാനും ടേസ്റ്റിലെ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതുവരായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.